ശേഷം എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ എൻ്റെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ചിക്സിനെ ടൈം ചെയ്യാൻ പറ്റും എന്നൊക്കെ. ടൈം ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ കുഞ്ഞിലെ മുതലേ എടുത്ത് അതിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് അവരെ നമ്മുടെ കൂടെ നിർത്തി നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എപ്പോഴും നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വലുതാകുമ്പോഴത്തേക്ക് അവർ നമ്മളുമായിട്ട് അടുക്കാനും നമ്മളെ ട്രസ്റ്റ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ അവരെ നമുക്ക് ഓരോ ട്രിക്സ് ചെയ്യിപ്പിക്കാനും അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും. സമയമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെ ഇതുപോലെ കേജിൽ ഒത്തിരി ബേർഡ്സൊക്കെ ഉള്ളവർക്ക് അത് പാടാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ ബേർഡ്സ്, മക്കാവോ, ലോറിക്കേട്ട്, ക്രിംസൺ ബെല്ലിയുടെ ഇങ്ങനെയുള്ള എല്ലാ ബേർഡ്സിനെയും ടൈം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതിന് സമയം കണ്ടെത്തി നമ്മളതിന് ഡെഡിക്കേറ്റഡായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ചെയ്ത ഒരു കോക്കറ്റെയിലാണ് എൻ്റെ പുറകിലിരിക്കുന്നത്. എങ്ങനെ എൻ്റെ കയ്യിൽ ഇത്രയും ഹാൻഡ് ഫീഡിങ് ചിക്സ് വന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഞാനിതുപോലെ പേരൻസ് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവരെ മാറ്റി എടുത്ത ചിക്സുകളാണ് ഇതെല്ലാം. ഈ കഴിഞ്ഞ ബ്രീഡിങ് സീസണിൽ എനിക്ക് എല്ലാ ബ്രീഡിങ് സീസണിലും എപ്പോഴും ഏതെങ്കിലുമൊക്കെ ചിക്സ് കാണും എൻ്റെ കൂടെ. അതേപോലെ പേരൻസ് കുത്തി നശിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നു. അവരെ ഞാൻ അങ്ങനെ വിടാറില്ല. അവരെ നമ്മൾ താഴെ കൊണ്ടുപോയി അതിനെ കെയർ ചെയ്ത് അതിനെ ചോരയൊക്കെ തുടച്ച് ബീക്ക് ഒടിഞ്ഞു പോയി. പക്ഷേ അവന് നമ്മൾ ഫുഡ് കൊടുക്കണം. തൽക്കാലം എങ്ങനെയെങ്കിലും ഫുഡ് എടുക്കാൻ പഠിപ്പിക്കണം. ഞാനിതിനെ അടുത്ത വീഡിയോ ഫോണിൽ കാണിക്കാം നിങ്ങളെ. ഇവൻ്റെ ബീക്ക് നിങ്ങൾക്ക് കാണാമോ? ബീക്കില്ല, അവന് മുമ്പിലത്തെ ബീക്കില്ല. പക്ഷേ അവനെ നമ്മൾ നോക്കുക, അത്രേ ഉള്ളൂ. എനിക്കൊരു ഇച്ചിരി സമയം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണം ഇവൻ്റെ അടുത്ത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. എൻ്റെ പിള്ളേരെ ഞാൻ നോക്കണ്ടായി. ഞാനിതിനെ എടുത്ത് നമ്മുടെ കൂട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ നമ്മൾ അതുങ്ങളെ നോക്കിയാലല്ല പറ്റത്തുള്ളൂ. പേരൻസ് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ അവരടുത്ത ക്ലച്ച് സീസണിൻ്റെ സമയത്ത് മുട്ടയിടാനുള്ള തുടങ്ങും. അപ്പോൾ പിന്നെ അവർക്ക് ടെറിറ്റോറിയൽ ബിഹേവിയർ ഉണ്ട്, ബേർഡ്സിനും ഉണ്ട്. വൈൽഡിലുള്ള ബേർഡ്സിനും ഇതുപോലെ ടെറിറ്റോറിയൽ ബിഹേവിയർ ഉള്ള ബേർഡ്സാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കേജിൽ വളർത്തുമ്പോൾ അവർക്ക് അതിൻ്റേതായ കാണിക്കാതിരിക്കത്തില്ലല്ലോ, കാണിക്കും. അപ്പോൾ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ആസ് എ പേരൻറ്റ് ഞാനും അതേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇതിനൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ 7 ഇയേഴ്സിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും ഓരോരുത്തരുടെയൊക്കെ വീഡിയോസ് കണ്ട് ചെയ്ത് ഡൗട്ട്സുകൾ മാറ്റി ഞാൻ തന്നെത്താനെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുങ്ങളെ എടുക്കുന്നതും. പിന്നെ ചില സമയത്ത് നമുക്ക് സമയം കാണത്തില്ല ഇതുങ്ങളെ ഒന്നും ഫീഡ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ നോക്കിയല്ലോ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഹാൻഡ് ഫീഡ് പേരൻസ് ഉപദ്രവിച്ച ചിക്സിനെ നമ്മൾ കൊണ്ടുപോയി ഒരു കേജിൽ ഇട്ടിട്ട് കാര്യമില്ല. അവരെ സെപ്പറേറ്റ് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പോലും എനിക്ക് ഇടാൻ പറ്റത്തില്ല ശരിക്കും. പക്ഷേ എനിക്ക് കേജിനുള്ള സൗകര്യമൊന്നുമില്ല. ഇവരെയൊക്കെ ഞാൻ മാറ്റിയിടും. ഇതിനെ മാത്രം ഞാൻ താഴെ കൊണ്ടുപോകും. എൻ്റെ കയ്യിൽ വേറെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ താഴെ, ഞാൻ ബേർഡ്സ് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന അവരുടെ കൂടെ ഒരു ബോക്സിനകത്തിലാണ് ഇവനെ വെച്ചേക്കുന്നത്. കാരണം ഇവൻ ഒത്തിരി ഇഞ്ചേർഡ് ആയിരുന്നല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. പക്ഷേ ഞാനതൊന്നും എനിക്ക് കാണിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ആൾക്കാർ ബേർഡ്സിനെ വളർത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ഈ ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിനെ ഞാൻ ഇപ്പം പെട്ടെന്ന് വന്ന് ഇവരെ ഫീഡ് ചെയ്തേച്ച് പോകാനായിട്ടാണ്. ഇതിൻ്റെ ബീക്സ് ഒന്ന് കാണിക്കാം. ഞാൻ പുറത്ത് പോകുന്നതിന് മുന്നേ എടുക്കുന്ന വീഡിയോ. ഈ കുഞ്ഞിൻ്റെ കണ്ടോ ബീക്ക് കാണാമോ നിങ്ങൾക്ക്? അവന് ബീക്കില്ല. ഇതുപോലെ പേരൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അവനെ ക്ലീനൊക്കെ ചെയ്ത് മിടുക്കനായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ എത്ര നാൾ ഇവനെ ഞാൻ ഫീഡ് ചെയ്യണം എന്ന് എനിക്കറിഞ്ഞുകൂടാ.
അവന് ഫുഡൊക്കെ എടുക്കും. അവൻ ആ ഉള്ള സ്പേസിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് അവനിപ്പം അവനിഷ്ടമാണ്. പക്ഷേ ഇപ്പം ഓൾറെഡി ഫീഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. അന്നേരം എന്നാലും അവനറിയത്തില്ലല്ലോ അവരൊക്കെ അവനെ ഉപദ്രവിക്കുമെന്ന്. കാരണം അവരവിടെയൊക്കെ പോയി ഫുഡൊക്കെ ചോദിച്ചെങ്കിൽ ചിലപ്പോൾ അവർ കുത്തും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവനെ താഴെ ഒരു സെപ്പറേറ്റ് പറക്കാൻ നോക്കുക ബോക്സിലൊക്കെ വെച്ചേക്കുന്നത്. കാലിനൊക്കെ മുറിവുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ക്ലീനൊക്കെ ചെയ്യാറുണ്ട്, മഞ്ഞളൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇവനെങ്ങനെ സർവൈവ് ആകുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അപ്പം ഇവർ വഴക്കുണ്ടാക്കും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഇതിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. ചുമ്മാ തൽക്കാലത്തേക്ക് ഞാൻ ആ കേജിലുള്ളത്തോട്ട് ഇട്ടേക്കുന്നതാണ്. സിക്ക് ഡേ അല്ല, എൻ്റെ ഒരു ചെറിയ നഴ്സറി കേജ്. ഇവൻ വേണ്ട ഈ ഊഞ്ഞാലയിൽ ഇരുന്ന് തൂങ്ങിയിരുന്ന് ഉറങ്ങുവാണോ. വേർഡ്സിൻ്റെ ഉള്ള ടോയ്സിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം. ഞാൻ എന്നെ കുത്തുവാ പിന്നെ നോക്കാം. എന്താ ഇടാർക്കാ ഇവനെ നമുക്ക് രക്ഷപ്പെടുമെന്ന് നോക്കാം അല്ലേ. അല്ല എന്താ ചെയ്യാനാ. അവൻ അവിടെ ഇരുന്ന് എല്ലാവരോടും വഴക്കുണ്ടാക്കും. അതാ എനിക്ക് പേടി.